ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. അപ്പോൾ നമ്മളുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ ഫെബ്രുവരി 15-ാം തീയതി നടക്കുകയാണ്. വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്ക് മുൻപിലുള്ളൂ. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്നതിന് മുൻപ് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന മുതൽക്ക് തന്നെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജായിട്ടും നമ്മളുടെ യൂട്യൂബ് ചാനൽ കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളുടെ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ CSEB നടത്തുന്ന മറ്റു പരീക്ഷകൾക്കും നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് CSEB പരീക്ഷയും അതുമായിട്ട് നെഗറ്റീവ് മാർക്കും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ് നമ്മളുടെ ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സിലബസ് ആണ്. അപ്പം ഇതിൽ CSEB പ്രൊവൈഡ് ചെയ്ത സിലബസ് എന്ന് പറയുന്നത് കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, അതുപോലെ തന്നെ ബാങ്കിങ്, അക്കൗണ്ടിങ്, GK, ഇംഗ്ലീഷ്, മാത്സ്, ഈ രീതിയിലാണ് ഇതിൻ്റെ സിലബസ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമ്മളുടെ സബ്ജക്റ്റ് പാർട്ടായിട്ടുള്ള കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ബാങ്കിങ്, അക്കൗണ്ടിങ്, ഇതിനെല്ലാത്തിനും കൂടി 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 50 മാർക്കാണ്. 50 മാർക്കിന് 100 ചോദ്യങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ GK, ഇംഗ്ലീഷ്, മാത്സ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി 30 മാർക്കും. അങ്ങനെ 80 മാർക്കിലാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ ഒരു വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പരീക്ഷ CSEB കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ഇത്രയും വർഷമായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പരീക്ഷയുടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളുടെ കേരള ബാങ്കും അതുപോലെ തന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് എഴുതിയ ആളുകൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് അറിയുന്നതുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, അറിയാത്ത ക്വസ്റ്റ്യൻസ് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ഉള്ളൊരു പരീക്ഷ എഴുതുമ്പോൾ ഉള്ളൊരു ടെൻഡൻസി എന്ന് പറയുന്നത് അവരെന്താണ്, കുറച്ച് ടൈം അറിയുന്നതൊക്കെ ആദ്യം എഴുതും. അത് കഴിയുമ്പോൾ എന്താണ്, കുറച്ചും കൂടി ടൈം നമുക്ക് പരീക്ഷ കഴിയാനുണ്ടാവും. അപ്പോൾ ആ സമയം എങ്ങനെയെങ്കിലും യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവരെന്ത് ചെയ്യും, അറിയാത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളതാണ് ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത്. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ബാഗ് ചെയ്ത മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം 60-ലും 65 നമ്മുടെ PSC എക്സാമിനാണെങ്കിൽ 60 ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ പിന്നീട് എന്താണ്, എന്തായാലും 60 മാർക്കൊന്നും കട്ട് ഓഫ് വരില്ല, അതിൽ കൂടുതലായിരിക്കും എന്തായാലും കട്ട് ഓഫ്. ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ നല്ല രീതിയിൽ ഉള്ളതാണ് എന്നുള്ള ഉദ്ദേശം അല്ലെങ്കിൽ എന്ന് ചിന്തിച്ചു കൂട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള സമയം, അതായത് പരീക്ഷ അവസാനിക്കാനുള്ള ബാക്കിയുള്ള സമയം ഇവരെന്ത് ചെയ്യും, ഈ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അതിലെന്താണ്, നെഗറ്റീവ് മാർക്ക് വരാനുള്ള വളരെ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് നമ്മളുടെ JCAയും കേരള ബാങ്ക് എക്സാമിനൊക്കെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത തന്നെ അവസാനിച്ച ഒരുപാട് കുട്ടികൾ നമുക്കറിയുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് CSEB പരീക്ഷയുടെ അത് തന്നെയാണ്. കാരണം നമുക്ക് 160 ചോദ്യങ്ങളാണുള്ളത്. ഈ 160 ചോദ്യങ്ങളും നിങ്ങൾക്ക് എന്താണ്, ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. യാതൊരു ടെൻഷൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഉദ്യോഗാർത്ഥികളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ടൈം ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇനി സമയമില്ലെങ്കിലും വെറുതെ നിങ്ങൾ എന്താണ് ബബിൾ ചെയ്ത് പോവുക. നിങ്ങൾക്ക് എന്താണ്, അഥവാ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടും ചെയ്യും. തെറ്റാണെങ്കിലും നമുക്ക് എന്താണ്, നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് പേടിക്കാനുമില്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും 160 ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്യോഗാർത്ഥികളോട് പറയുന്ന കാര്യം. അപ്പോൾ PSC എഴുതുന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് CSEB പരീക്ഷ എഴുതരുത്. അതുപോലെ തന്നെ CSEB പരീക്ഷ എഴുതുന്ന ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾ എന്താണ്, നമ്മളുടെ കെയർ ഓഫ് ഹെഡ് അക്കൗണ്ടന്റ് വരാൻ പോവാണ്. അപ്പോൾ കെയർ ഓഫ് ഹെഡ് അക്കൗണ്ടന്റും അറ്റൻഡ് ചെയ്യരുത്. കാരണം രണ്ടിനും 2 രീതിയാണ്. 2 രീതിയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം തന്നെയാണ്. അപ്പം ബോർഡ് ഇതുവരെ നമുക്ക് എന്താണ്, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ് മാർക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും പറയാത്ത സാഹചര്യത്തിൽ
ഉദ്യോഗാർത്ഥികൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെൻഷനും വരേണ്ട ആവശ്യമില്ല. റൂമേഴ്സൊക്കെ പലതും നമ്മൾ പല യൂട്യൂബ് ചാനലും ഒക്കെ വഴി റൂമേഴ്സൊക്കെ പലതും നമ്മൾ കേൾക്കും. പക്ഷെ ഒഫീഷ്യലി സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൽ നിന്ന് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഫ്രീ ആയിട്ട് പഠിക്കുക, നമുക്ക് എന്താണ് റിലാക്സ് ചെയ്ത് പഠിക്കുക. ഈ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇനി ഫെബ്രുവരി 15-നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഫ്രീ ആയിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ട് പോവുക. എല്ലാ ചോദ്യങ്ങളും 160 ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ തന്നെ സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. GK ഇംഗ്ലീഷ് മാത്സ് ചിലപ്പോൾ നിങ്ങൾ എന്താണ് അത്ര തറവായിരിക്കില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കുക. അപ്പോൾ നല്ലൊരു രീതിയിൽ ഇങ്ങനെ CSEB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിജയം നേടാൻ കഴിയും. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കേരള ബാങ്കിൻ്റെയും JCIയുടെ എക്സാമിനൊക്കെ അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അപേക്ഷിച്ച് കുറച്ചും കൂടി സിമ്പിളാണ് നമ്മളുടെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി. CSEB എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതി, സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊന്നും ഇതുവരെ നമ്മൾ CSEB പരീക്ഷയ്ക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പ്രത്യേകതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ എല്ലാ ആശംസകളും. താങ്ക്